എന്തായിരുന്നു? മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ടു മെട്രിസസ് ആയിരുന്നു. എപ്പോഴാണ് രണ്ട് മെട്രിസസ് മൾട്ടിപ്ലൈ ചെയ്യുക? Two matrices are conformable for multiplication if the number of columns of first matrix is equal to number of rows of second matrix. ആദ്യത്തെ മെട്രിക്സിന്റെ കോളം നമ്പറും രണ്ടാമത്തെ മെട്രിക്സിന്റെ റോ നമ്പറും ഈക്വൽ ആയി വരുമ്പോൾ മാത്രമേ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്താവുകയുള്ളൂ, പോസിബിൾ ആവുകയുള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ്. ഒരു രണ്ട് മെട്രിസസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തെല്ലാം പ്രോപ്പർട്ടീസ് ഉണ്ട് നോക്കാം. ഫസ്റ്റ് വൺ, നോൺ കമ്മ്യൂട്ടേറ്റിവിറ്റി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ്. രണ്ട് മെട്രിസസിന്റെ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല. ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടു എ ബി നോട്ട് ഈക്വൽ ടു ബി എ എന്ന് പ്രൂവ് ചെയ്തായിരുന്നു. എ ബിയും ബി എയും ഈക്വൽ ആകണമെന്ന് നിർബന്ധമില്ല. അപ്പൊ ഞാൻ രണ്ടു മൂന്ന് കേസ് ഉണ്ട്. എ ബി നോട്ട് ഈക്വൽ ടു ബി എ. കൺസിഡർ എക്സാമ്പിൾ. A is equal to 1, 2 of order 1/2 and B is 4, 3, 0, 1 is of order 2/2. ഇതിനകത്ത് കണ്ടാൽ അറിയാം ഇതിന്റെ ഓർഡർ 1/2 ആണ്, നമ്പർ ഓഫ് കോളംസ് 2 ആണ്, ഇതിന്റെ ഓർഡർ 2/2 ആണ്, നമ്പർ ഓഫ് റോസ് 2 ആണ്. ഇത് കോളം നമ്പർ 2 ആണ്, ഇവിടുത്തെ റോ നമ്പർ 2 ആണ്. അതുകൊണ്ട് ഈ രണ്ട് മെട്രിസസ് മൾട്ടിപ്ലൈ ചെയ്യാം. എ ബി ഇവിടെ പോസിബിൾ ആണ്. ഇനി തിരിച്ച് ബി എ പോസിബിൾ ആണോ? ബിയുടെ ഓർഡർ ബി എ ഫസ്റ്റ് മെട്രിക്സ് ആയിട്ട് എടുക്കുമ്പോൾ അതിന്റെ കോളം നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. സെക്കൻഡ് മെട്രിക്സ് ആയി എ വന്നാൽ അതിന്റെ റോ നമ്പർ എന്ന് പറയുന്നത് 1 ആണ്. ഇത് 2ഉം ഇത് 1ഉം ആയതുകൊണ്ട് അതിന്റെ ആ രണ്ട് മെട്രിക്സസ് അതായത് ബി ഇൻറ്റു എ എന്ന് പറയുന്ന പ്രോഡക്റ്റ് പോസിബിൾ അല്ല. എ ഇൻറ്റു ബി ഇവിടെ പോസിബിൾ ആണ്, പക്ഷെ ബി ഇൻറ്റു എ പോസിബിൾ അല്ല. എ ബി ചെയ്യാമെന്ന് വിചാരിച്ച് ബി എ പോസിബിൾ ആകണമെന്ന് നിർബന്ധമില്ല. നോക്കാം. സിൻസ് ദ ഓർഡർ എ ഇസ് ഈക്വൽ ടു 1/2 and b of order 2/2, multiplication of ab is possible, but the order b 2/2 and order a 1/2 ഇവിടുത്തെ കോളം നമ്പറും ഇവിടുത്തെ റോ നമ്പറും ഈക്വൽ ആകണം. ഇത് കോളം ഇത് റോ ആണ്, ഈക്വൽ ആകണം. പക്ഷെ ഇവിടെ എന്താണ് ഈക്വൽ അല്ലാത്തതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോസിബിൾ അല്ല. ബി എ പോസിബിൾ അല്ല. എ ഇസ് നോട്ട് പോസിബിൾ. അപ്പൊ അത് കമ്മ്യൂട്ടേറ്റീവ് അല്ല എന്നുള്ളതിന് ഒരു എക്സാമ്പിൾ ആണ്. ഇനി ഇത് രണ്ടും ഒരേ ഓർഡർ ആണെങ്കിലും എ ബി ബി എയോട് ഈക്വൽ ആകണമെന്ന് നിർബന്ധമില്ല. Second property, associative law. Associative law, A for any three matrices A, B and C, AB into C is equal to A into BC. ഇതിന്റെ എന്താണ് പ്രോഡക്റ്റ്? ഇത് പോസിബിൾ ആണെങ്കിൽ എന്തായിരിക്കും? അസോസിയേറ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് വൺ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ നോക്കാം. For any three matrices A, B and C, A into B plus C is equal to AB plus AC. is A plus B into C, AC plus BC. ഇത് രണ്ടും പോസിബിൾ ആണ്. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ, എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. അഡിറ്റീവ് ഐഡന്റിറ്റി എന്തായിരുന്നു? സീറോ മെട്രിക്സ് ആയിരുന്നു. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. എന്താണ് ഐഡന്റിറ്റി മെട്രിക്സ്? 1 0 0 1 ഐഡന്റിറ്റി ഫസ്റ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സസിൽ പറഞ്ഞാണ്. ഫോർ എവറി സ്ക്വയർ മെട്രിക്സ് A there exists an identity matrix of same order such that A I is equal to I A is equal to A. ഏത് മെട്രിക്സിനെ ഐഡന്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ ആ മെട്രിക്സ് തന്നെയായിരിക്കും. അതാണ് ഇവിടെ പറയുന്ന എക്സിസ്റ്റൻസ് ഓഫ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. ഇനി കുറച്ച് റിസൾട്ട്സ് പറയണം. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഐഡന്റിറ്റി ആണ് A plus B all square is equal to A square plus 2AB plus B square. പക്ഷെ മെട്രിസസിന്റെ കേസിൽ A plus B all square A square plus 2AB plus B square ആകണമെന്നില്ല. കാരണം AB not equal to BA എന്നുള്ള ഒരു കണ്ടീഷൻ അവിടെ നിൽപ്പുണ്ട്. AB equal to BA ആണെങ്കിലേ ഉള്ളൂ 2AB വരുള്ളൂ. അപ്പൊ എന്ത് എഴുതാം? A plus B all square is A square plus AB plus BA plus B square എഴുതാം. AB not equal to BA ആകുമ്പോൾ ഇത് രണ്ടും രണ്ട് വാല്യൂസ് ആയിരിക്കും. A plus B all square കാണണമെങ്കിൽ രണ്ട് പോസിബിലിറ്റി ഉണ്ട്. A plus B into A plus B കാണാം, അല്ലെങ്കിൽ A square plus AB plus BA plus B square കാണാം.
ഇനി എ സ്ക്വയർ എങ്ങനെ കാണാം? എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഒരു മെട്രിക്സിന് 2, 3 എന്നുണ്ടെങ്കിൽ 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9 എഴുതിയാൽ പോരാ. അതിന് ബൈ മൾട്ടിപ്ലൈ, കാരണം റോ ബൈ കോളം ആണ് നമ്മൾ ചെയ്യുക. അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എ ഇൻറ്റു എ വെച്ച് ചെയ്യണം. ഇനി എ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സ്ക്വയർ ഇൻറ്റു എ വെച്ച് ചെയ്യണം. എ ക്യൂബ് ചെയ്യണമെങ്കിൽ എ സ്ക്വയർ ഇൻറ്റു എ. എ സ്ക്വയർ ചെയ്യണമെങ്കിൽ എ ഇൻറ്റു എ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. എക്സാമ്പിൾ നോക്കാം. ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇഫ് എ ഈസ് ഈക്വൽ ടു 3/3 മെട്രിക്സ് 1 0 2 0 2 1 2 0 3, prove that a cube minus 6a square plus 7a plus 2i is equal to 0. ഇത് ചെയ്യണമെങ്കിൽ a ക്യൂബ് കാണണം, a സ്ക്വയർ കാണണം, a ക്വസ്റ്റ്യനിലുണ്ട്, i ഐഡന്റിറ്റി മെട്രിക്സ് ആണെന്നറിയാം. ഇത് ഉപയോഗിച്ച് ആദ്യം a ക്യൂബ് കാണണമെങ്കിൽ a സ്ക്വയർ കണ്ടുപിടിക്കണം. a ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? a സ്ക്വയർ ഇൻറ്റു a ആണ്. നമുക്ക് നോക്കാം. a ക്യൂബ് is equal to a സ്ക്വയർ ഇൻറ്റു a. a സ്ക്വയർ എങ്ങനെ ചെയ്യും? a ഇൻറ്റു a. a ഇൻറ്റു a എങ്ങനെ ചെയ്യുക? a രണ്ട് പ്രാവശ്യം എഴുതി. ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. 1 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു 0 പ്ലസ് 2 ഇൻറ്റു 2. അതാണ് ഫസ്റ്റ് എലമെന്റ്. ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. 1 ഇൻറ്റു 1 1 ഇൻറ്റു 0 0 ഇൻറ്റു 2 2 ഇൻറ്റു 0 എല്ലാം 0 വരും. ഫസ്റ്റ് റോ തേർഡ് കോളം. 1 ഇൻറ്റു 2 0 ഇൻറ്റു 1 2 ഇൻറ്റു 3 6. ഇതിനെ ആഡ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ സ്ക്വയർ മെട്രിക്സ് കിട്ടും. എ സ്ക്വയർ കിട്ടും. ഇനി എ ക്യൂബ് ആണ് കാണണ്ടേ? എ ക്യൂബ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? എ സ്ക്വയർ, ഈ കിട്ടിയ എ സ്ക്വയറിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എ ക്യൂബ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു എ. എ സ്ക്വയർ ഇവിടെ കിട്ടി, ഇൻറ്റു എന്ത് കൂടി ചെയ്യുക? എ കൂടി ചെയ്യുക. എ സ്ക്വയർ ഇൻറ്റു എ. എ സ്ക്വയർ ഇൻറ്റു എ. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ചെയ്യുന്നു. 5 ഇൻറ്റു 1 0 ഇൻറ്റു 0 8 ഇൻറ്റു 2. 5 ഇൻറ്റു 1 5 0 ഇൻറ്റു 0 0 8 ഇൻറ്റു 2 16. 5 ഇൻറ്റു 0 0 ഇൻറ്റു 0 0 ഇൻറ്റു 2 8 ഇൻറ്റു 0. നോക്കുക. 5 ഇൻറ്റു 0 പ്ലസ് 0 പ്ലസ് 0. 5 ഇൻറ്റു 2 10. 0 ഇൻറ്റു 1 0 8 ഇൻറ്റു 3 24. അതിനുശേഷം സെക്കൻഡ് റോ. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, സെക്കൻഡ് റോ തേർഡ് കോളം, then തേർഡ് റോ ഫസ്റ്റ് കോളം, തേർഡ് റോ സെക്കൻഡ് കോളം, തേർഡ് റോ തേർഡ് കോളം. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? എ ക്യൂബ് കിട്ടും. എ ക്യൂബ് കിട്ടും. ഇനി അടുത്ത് എന്ത് വേണം? നമുക്ക് പ്രോബ്ലത്തിലേക്ക് നോക്കി അറിയാം. എ ക്യൂബ് ആണ്. മൈനസ് 6 എ സ്ക്വയർ വേണം. എ സ്ക്വയർ ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 6 കൊണ്ട്. 6 ഇൻറ്റു 5 30, 6 ഇൻറ്റു 8 48. അങ്ങനെ എഴുതി അതിന്റെ 6 എ സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നോക്ക്. 7a 7 ഇൻറ്റു എ. ഓരോ എലമെന്റും ക്വസ്റ്റ്യൻ ആണ് എ. എയിലെ എല്ലാ എലമെന്റിനെയും സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചതാണ്. 7a കണ്ടുപിടിക്കുന്നു, 6 2i കണ്ടുപിടിക്കുന്നു, 6a സ്ക്വയർ കണ്ടുപിടിക്കുന്നു. ഇതെല്ലാം കിട്ടും. 2i എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. 1 0 0 0 1 0 0 0 1. Then ഇതിനകത്തേക്ക് ഇക്വേഷനകത്തേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കണം. എ ക്യൂബ് ഇട്ടു, 6a സ്ക്വയർ ഇട്ടു, 7a ഇട്ടു, 2i ഇട്ടു. ഇനി എന്ത് ചെയ്യണം? എങ്ങനെയാണ് ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുക? കറസ്പോണ്ടിങ് എലമെന്റ്സ് ആണ് ചെയ്യുക. 21 മൈനസ് 30 പ്ലസ് 7 പ്ലസ് 2 എന്ന് വരും. അതിന്റെ ആൻസർ എന്താ? 21 മൈനസ് 30 പ്ലസ് 7 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 0 ആണ് വരും. 0 0 0 0 0. 34 മൈനസ് 48 പ്ലസ് 40 പ്ലസ് 0. അതും 0 ആയി. 34 മൈനസ് 48 എന്ന് പറയുമ്പോൾ എന്തായി? മൈനസ് 14 ആയി. മൈനസ് 14 പ്ലസ് 14 0 ആയി. ഇതുപോലെ ഓരോ എലമെന്റും ഒന്നിച്ച് ചെയ്യുക. ആൻസർ 0 മെട്രിക്സ് ആണ് കിട്ടുക. ആൻസർ 0 ആണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതി ചെയ്താൽ തെറ്റിക്കാതെ ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. If f of x is equal to cos x minus sin x 0, sin x cos x 0 0 0 1. ഇതൊരു ഫംഗ്ഷൻ ഓഫ് x ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് show that f of x into f of y is equal to f of x plus y എന്ന് പ്രൂവ് ചെയ്യണം. f of x into f of y, f of x plus y. അതിന് എന്ത് വേണം? f of x ഇവിടെ ഉണ്ട്. എന്ത് കണ്ടുപിടിക്കണം? f of y കണ്ടുപിടിക്കണം. f of y എങ്ങനെ കാണാം? cos y minus sin y, sin y cos y. x ന്റെ പ്ലേസിൽ y കൊടുത്താൽ f of y ആയി. f of x into f of y നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത പോലെ തന്നെ ചെയ്യണം. f of x f of y എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം.
നമുക്ക് നോക്കാം അതിന്റെ പ്രോഡക്റ്റ് എന്താന്ന് നോക്കാം. cos x into cos y, cos x cos y, minus sin x into sin y, minus sin x sin y, 0 into 0 0. cos x minus sin y, minus cos x sin y, minus sin x cos y, minus sin x cos y, പിന്നെ വരുന്നത് 0 into 0 0. ഇത് ഫസ്റ്റ് റോ തേർഡ് കോളം cos x into 0 0, sin x into 0 0, 0 into 0 0. എല്ലാവരും ആഡ് ചെയ്യുമ്പോൾ ആൻസർ 0 തന്നെ വരും. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം sin x into cos y, പിന്നെ എന്ത് വരും? സോറി, ഫസ്റ്റ് റോ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം sin x into cos y, cos x into sin y, sin x into cos y, cos x into sin y. Second row second column sin x into minus sin y, cos x into cos y, cos x into cos y. 0 into 0. ഇനി third row first column ഇവിടെ രണ്ട് 0 ആണ്, ഇതും 0 ആണ്. 1 into 0 0, എല്ലാം 0 ആണ്. third row second column 0 0 0. third row third column 0 0, 1 into 1 1 1 into. ഇങ്ങനെയാണ് ഇതിന്റെ പ്രോഡക്റ്റ്. ഇനി ഇവിടെ നോക്കുക, cos x cos y minus sin x sin y എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ള റിസൾട്ട് ആണ്. cos x cos y minus sin x sin y, cos x plus y ആണ്. ഈ മൈനസ് പുറത്താന്ന് വിചാരിക്കും. മൈനസ് പുറത്താണെങ്കിൽ വരും cos x sin y plus sin x cos y, അല്ലെങ്കിൽ sin x cos y plus cos x sin y. മൈനസ് മാറ്റിയാൽ മൈനസ് sin x plus y ആണ്. sin x cos y, cos x sin y എന്ന് പറഞ്ഞാൽ sin x plus y. ഇവിടെ നോക്കുക, തിരിച്ചെടുക്കുക. cos x cos y minus sin x sin y എന്ന് പറഞ്ഞാൽ എന്താണ്? cos x cos y sin ഇവിടെ ഉണ്ട്. cos x cos y minus sin x sin y എന്ന് പറയുന്നത് എന്താണ്? cos x plus y ആണ്. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. ഇതെല്ലാം ഇങ്ങനെ മാറ്റി എഴുതാം. cos x plus y minus sin x plus y, sin x plus y, cos x plus y. ബാക്കി 0 1 എഴുതി. ഇത് നോക്കിയേ, ഇത് ഇതിലൂടെ കമ്പയർ ചെയ്താൽ കാണാം എക്സിന്റെ പ്ലേസിൽ x പ്ലസ് വൈ ആണ്. എല്ലായിടത്തും നോക്കിയേ എക്സിന്റെ പ്ലേസിൽ x പ്ലസ് വൈ ആണ്. അപ്പൊ ഈ ഫംഗ്ഷന്റെ പേര് എന്തെന്ന് വിളിക്കാം? f ഓഫ് x പ്ലസ് y എന്ന് വിളിക്കാം. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത് ഇസ് ഈക്വൽ ടു f ഓഫ് x പ്ലസ് വൈ. ഇനി ഇതിനകത്ത് ഡൗട്ട്സ് ഒന്നും വരാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക, നോക്കുക, ഒന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു.